ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജെറ്റു വ്ളോഗ്സ്. ജെറ്റു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും വെറൈറ്റികൾ ഇഷ്ടപ്പെടുന്നവരാണ്. നാം എല്ലാവരും വാട്സാപ്പിലൂടെ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നവരാണ്. നമ്മുടെ വാട്സാപ്പിലേക്ക് നമ്മളെ ഫ്രണ്ട്സ് നമ്മൾ അയക്കുന്ന ടെക്സ്റ്റ് മെസ്സേജുകൾ, അപ്പോൾ നമ്മളെ ഹായ് സുഖമല്ലേ എന്ന് ചോദിക്കുന്ന ടെക്സ്റ്റ് മെസ്സേജുകൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ സ്റ്റൈലുകളൊക്കെ മാറ്റി നമ്മൾ ഡെക്കറേഷൻ ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് അയക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ആപ്പാണ് ഇതിന് സഹായകമായിട്ടുള്ളത്. ആപ്പിൻ്റെ പേര് ചാറ്റ് സ്റ്റൈൽ ഫോർ വാട്സാപ്പ് എന്നാണ്. നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. 4 MB ഉള്ളൂ. വേണ്ടവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വാട്സാപ്പിലേക്ക് ഇത് സെൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒന്ന് നമുക്ക് ക്ലിപ്പ് ബോർഡിലേക്ക് കോപ്പി ചെയ്തിട്ട് അങ്ങനെ നമുക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കൊരു ഓപ്ഷൻ ഉള്ളത് നമ്മൾ ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് വാട്സാപ്പിന് പുറമെ നമുക്ക് നാം ഉപയോഗിക്കുന്ന ഏതാണ് ചാറ്റിങ് ആപ്പുകളൊക്കെ അതിലേക്കൊക്കെ നമുക്ക് ഷെയർ ഈ ടെക്സ്റ്റ് നമുക്ക് ഷെയർ ചെയ്ത് നമുക്ക് ഏത് കോണ്ടാക്റ്റിനാണ് നമുക്ക് അയക്കാനുള്ളത് നമുക്ക് അയക്കാവുന്നതാണ്. വാട്സാപ്പ് മോഡൽ തന്നെ നമുക്ക് വേറെ എല്ലാ ചാറ്റിംഗ് ആപ്പുകളിലേക്കും നമുക്ക് അയക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക. പിന്നെ കൂടുതലൊന്നും പറയാനില്ല. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുള്ളിലേക്കും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തെടുത്ത് ഞാൻ പുതുതായിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കല്ലേ. നമ്മൾ ഇന്നത്തെ വീഡിയോ തുടങ്ങാൻ പോവാണ്. നമ്മൾ ചാറ്റ് സ്റ്റൈൽ എന്നുള്ള ആപ്പ് ഇവിടെ ഉണ്ട്, മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ചാറ്റ് സ്റ്റൈൽ എന്നുള്ള ആപ്പ്. അപ്പോൾ നമുക്ക് ഈ ആപ്പിലേക്ക് കിടക്കാം. ആപ്പ് തുറന്നു വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് എല്ലാവർക്കും കാണാൻ സാധിക്കുക. അപ്പം ഇവിടെ സ്റ്റാർട്ട് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്, നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് സ്റ്റാർട്ട് ആയി വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒരുപാട് സ്റ്റൈലുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ രണ്ട് ഓപ്ഷനായി 2 രീതിയിലാണ് ഇതിൽ നമുക്ക് സ്റ്റൈലുകൾ ഉള്ളത്. ഒന്ന് നാം ടൈപ്പ് ചെയ്തു വന്ന ഓരോ വേർഡിൻ്റെ ഇടയിലും ഓരോ സ്പെല്ലിങ്ങിൻ്റെ ഇടയിലും നമുക്കിങ്ങനെ ഓരോ സ്റ്റൈലുകൾ വരുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ടുള്ളത് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് മുഴുവനായിട്ട് എഴുതിയിട്ട് അതിൻ്റെ സൈഡുകളിൽ ഇതുപോലെ നമുക്ക് ഡെക്കറേഷൻ വരുന്നതും ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് ആദ്യമായിട്ട് നാം എന്താണോ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യമായി ഇവിടെ ഹായ് എന്ന് ടൈപ്പ് ചെയ്യാണ്. ഹായ് എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരുപാട് ടെക്സ്റ്റുകൾ, ഇവിടെ ഒരുപാട് മോഡലുകൾ ഹായ് എന്നതിന് നമുക്ക് വന്നിട്ടുണ്ട്. ഇനി അങ്ങനെ വാട്സാപ്പിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാമെന്ന് നോക്കാം. വാട്സാപ്പിൽ ഇവിടെ വാട്സാപ്പിൻ്റെ ചിഹ്നം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വാട്സാപ്പിൻ്റെ ചിഹ്നത്തെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വാട്സാപ്പ് ഓപ്പൺ ആയി വരും. അപ്പോൾ നമുക്ക് ആർക്കാണ് വേണ്ടത് അവർക്ക് വേണ്ടി നമുക്ക് അത് സെൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊന്ന് നമുക്ക് ക്ലിപ്പ് ബോർഡിലേക്ക് കോപ്പി ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇവിടെ കോപ്പീൻ്റെ ഒരു ഐക്കൺ ഉണ്ട്, ഫോണിലൊക്കെ കാണുന്ന പോലെ തന്നെ കോപ്പീൻ്റെ ഐക്കണ് അന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കോപ്പി എടുത്തു ക്ലിപ്പ് ബോർഡ് എന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് വേറെ എവിടെയും പോയി നമുക്ക് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാണ്. അപ്പോൾ ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഞാൻ കോപ്പി ചെയ്ത സാധനം ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് നമ്മൾ അടുത്തതായിട്ടുള്ള രീതി പരിചയപ്പെടാൻ പോവുകയാണ്. ഈ രീതി എന്നുള്ളത് ടെക്സ്റ്റ് മുഴുവനായിട്ട് ഡിസൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ കാര്യമായിട്ട് നമ്മുടെ നെയിം ആഡ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ നെയിം ആദ്യമായി ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഗായ്സ് ഞാൻ അപ്പോൾ നജീബ് നടിച്ചപ്പോൾ നമുക്ക് ഒരുപാട് ടെക്സ്റ്റുകൾ ഒരുപാട് സ്റ്റൈലുകൾ ഇവിടെ അവൈലബിളായി. ഈ പ്രധാനമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ജന്മദിനങ്ങളൊക്കെ ആകുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ നെയിമൊക്കെ നമ്മൾ സ്റ്റാറ്റസ് വെക്കും. അപ്പോൾ ഓരോ ഫോട്ടോയുടെ ഇടയിൽ നമ്മൾ ടെക്സ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ നമ്മുടെ ഓരോ പേരുകളൊക്കെ നമുക്ക് ഇങ്ങനെ സ്റ്റൈലാക്കിയിട്ട് നമ്മൾക്ക് ഒരു ഡെക്കറേഷനൊക്കെ കൊടുത്തിട്ട് നമ്മൾ സിമ്പിളായിട്ട് എഴുതാവുന്നതാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് കാര്യമായിട്ട് അതിനാണ് ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിത് കോപ്പി ചെയ്യാനാണ് പതിവ്. അപ്പോൾ നമുക്ക് കോപ്പി ചെയ്തിട്ട് നമുക്ക് സ്റ്റാറ്റസിൻ്റെ അടിയിൽ വെക്കാവുന്നതാണ്. അപ്പോൾ ഗായ്സ് നമ്മൾ അടുത്തതായി പരിചയപ്പെടാൻ പോകുന്ന നമ്പേഴ്സിനെ കുറിച്ചാണ്. നമ്പേഴ്സ് ഇതുപോലെ തന്നെ നമുക്ക് വാട്സാപ്പിൽ നമ്പറുകളൊക്കെ അയക്കണമെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ഒരു 11 ടൈപ്പുകളിലായിട്ട് നമ്പേഴ്സിൻ്റെ ഒരു ഡിസൈനുകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു പ്രത്യേകമല്ലാത്ത കുറച്ച് നമ്പറുകൾ ഇവിടെ ടൈപ്പ് ചെയ്തു.
അപ്പോൾ ഞാൻ 2465 എന്ന് അടിച്ചു. അപ്പം ഇവിടെ അതിൻ്റെ ഒരുപാട് 11 സ്റ്റൈലുകൾ, അതിലാകെ 11 സ്റ്റൈലേ ഉള്ളൂ. പിന്നെ ടെക്സ്റ്റുകൾ 50 സംതിങ് 50 സംതിങ് ഇതന്നെ ഉള്ളൂ, അതിന് പുറമേ ഒന്നുമില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ഇവിടെ നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റൈലുകളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അടുത്തതായിട്ട് അതുപോലെ തന്നെ ഇമോജികളൊക്കെ ഉണ്ട്. ഇതിൽ മൂന്നുകൾ നമുക്ക് ഷെയർ ചെയ്യുന്ന ഓപ്ഷൻസൊക്കെ ഒരേപോലെയാണ്. ഞാൻ തുടക്കത്തിൽ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ ഷെയർ ചെയ്യുന്ന ഓപ്ഷൻസൊക്കെ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ നമ്മുടെ ഈ ആപ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഇതിൻ്റെ ഉപയോഗമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഫീഡ്ബാക്കൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പം കൂടുതലൊന്നും പറയാനില്ല. ചില വണ്ടികളുടെയൊക്കെ സൗണ്ടുകൾ പ്രശ്നമായിട്ടുണ്ടാവും, അതൊക്കെ ആദ്യമായിട്ട് ക്ഷമിക്കുക. അപ്പം കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നെഗറ്റീവ് ആയിക്കോട്ടെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. അതുവരെ ഇറ്റ്സ് മീ നജീബ് സാനു സൈനിങ് ഔട്ട്.